എല്ലാവർക്കും രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണ്, ചിക്കൻ മക്നി. നമ്മൾ സാധാരണ വെജിറ്റബിൾ മക്നി എന്നൊക്കെ പറഞ്ഞ കാര്യം ചെയ്യാറുണ്ട്. നമ്മൾ ചിക്കൻ വെച്ചിട്ട് അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പട്ട, ഏലയ്ക്ക, വറ്റൽമുളക്, മല്ലി, പെപ്പർ പൗഡർ, ബട്ടർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഫ്രഷ് ക്രീം, കസ്തൂരി മേത്തി, ഉപ്പ്, നല്ല ജീരകം, നട്ട്സ്, ക്യാപ്സിക്കം, ഇത് സവാള പേസ്റ്റ് ആക്കിയതാണ്, പച്ചമുളക്, തൈര്, തക്കാളി, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ. ഏതാണ്ട് 1 കിലോ ചിക്കനാണ് നമ്മളിത് ചെയ്യുന്നത്. 1 കിലോ ചിക്കൻ ചെറിയ പീസസ് ആക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വേണ്ട ഇതെല്ലാം ഈ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം. ആ ചൂടാക്കിയതിന് ശേഷം അത് നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പൊടി. അപ്പം നമുക്ക് അതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു കിലോ ചിക്കൻ്റെ ഒരു കണക്കാണ് ഞാൻ ഏകദേശം പറയുന്നത്. ഒരു 2 ടീസ്പൂൺ പച്ചമല്ലി, ഇത് കറക്റ്റായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. 2 ടീസ്പൂൺ പച്ചമല്ലി, പട്ടയും ഏകദേശം ഒരു 5 to 6 ഏലയ്ക്ക, പട്ട ചെറിയ ചെറിയ പീസസ് ആക്കിയത്, നല്ല ജീരകം 1.5 ടീസ്പൂണായി നമ്മൾ ഇതിനകത്തിടുന്നത്. ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 കിലോ ചിക്കൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ നട്ട്സ് ഒരു 5 to 6, ഇങ്ങനെ അത് നട്ട്സ് ഇടുന്നത് ഒരു ടേസ്റ്റാണ്. സോ നമുക്ക് അത്രയും ചേർക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അതിന് വേണ്ടതെന്ന വറ്റൽമുളക്, അതും ഒരു 5 to 6 ചെറിയതാക്കിയതാണ്. ഒരു ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ചെറിയൊരു ചൂട് കിട്ടുക. കാരണം ഇതൊന്ന് പെട്ടെന്നൊന്ന് നമ്മളൊന്ന് വറുത്ത് മിക്സിയിൽ പൊടിക്കാനുള്ളത്. അപ്പോൾ അത് പൊടിക്കാനായിട്ട് പച്ചയായിട്ടിരിക്കുമ്പോൾ അത് പൊടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആ ജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ശരിക്കും നമുക്ക് അരിയേണ്ട കാര്യമില്ല. ശരിക്കും അങ്ങ് നല്ല ഡാർക്ക് ബ്രൗൺ ആവണ്ട, ഒന്ന് ഓടാനെത്തി കിട്ടുക എന്ന് പറയും നമ്മൾ. ശരിക്കും നമുക്ക് ആ മണം, നല്ല സ്മെല്ല് വരുന്നുണ്ട് നമുക്കത് ചൂടാവുന്നതിൻ്റെ. വറ്റൽമുളകൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഏകദേശം അതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ആ സ്മെല്ല് കിട്ടുമ്പോൾ നമുക്കറിയാം ഏകദേശം അതായത് മാത്രം അത് ചൂടായെന്നുള്ളത്. ഇനി നമ്മൾ ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിൽ നന്നായിട്ട് പൊടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ സോട്ട് ചെയ്ത ആ ഇൻഗ്രീഡിയൻസെല്ലാം നമ്മളത് പൊടിക്കാൻ കൊടുത്തു തണുത്തതിന് ശേഷം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ആയിട്ട് തീ കത്തിച്ച് ഇതിലേക്ക് നമ്മളിത് ബട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബട്ടർ ഏകദേശം നമ്മൾ അറിയാമല്ലോ, ഇത് വഴറ്റാൻ ആവശ്യമായ ബട്ടർ. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് സവാള പേസ്റ്റ് ആക്കിയതായിരുന്നു.
അതായത് നമ്മൾ ഒരു 3 to 4 ചെറിയ ഒരു മീഡിയം സൈസ് സവാള നമ്മൾ മിക്സിയിലിട്ട് നല്ലതായിട്ട് അടിച്ചതാണ്. അപ്പോൾ നമുക്ക് അഥവാ ഈ ബട്ടർ പോരാതെ വരുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് വേണേൽ ഇട്ട് കൊടുക്കാം. പിന്നെ ബട്ടർ ഒത്തിരി അങ്ങ് കൂടി അങ്ങ് കിടക്കേണ്ട കാര്യവുമില്ല. അതൊന്ന് വഴറ്റി കൊടുക്കാം. ആ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട്. അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് ഏകദേശം അറിയാം 1 കിലോ ചിക്കൻ ഏകദേശം അങ്ങനെ കണക്കില്ല. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ഒരു ഇച്ചിരി ടേസ്റ്റായിട്ട് നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ. ഏകദേശം ഒരു അത് ചെറിയ പേസ്റ്റ് ആക്കിയതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് നല്ല ഇത് നമ്മൾ ചെയ്യുന്നത് സെപ്പറേറ്റ് അല്ല, ഒരുമിച്ചാണേലും ഇത് വഴറ്റി എടുക്കാവുന്നതാണ്, ഒരുമിച്ചാണേലും അടിച്ചെടുക്കാവുന്നതാണ്. ഇത് കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്ന് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണം ഒന്ന് മാറണമെന്ന്. ഒന്ന് വഴണ്ട് കിട്ടുക. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഇതിനകത്ത് കിട്ടുമ്പോൾ ആ ചിക്കനും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടണം. അപ്പോൾ ആദ്യമേ ഇത് നമ്മളിത് പച്ചക്കിട്ടാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ആ ചിക്കനകത്ത് ഒരു പച്ച ടേസ്റ്റ്, പിന്നെ അതിനൊരു ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം മാറത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ അത് ബട്ടറിനകത്തൊന്ന് വഴറ്റി കൊടുക്കുന്നത്. ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ നമ്മളിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതുമെല്ലാമായിട്ട് ഒന്ന് ചേർക്കാനായിട്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ്. തീരെ കുഞ്ഞു പീസും അല്ല, ഏറ്റവും വലിയ പീസും അല്ല, അല്ലാതെ നമ്മൾ അടുത്ത് വെച്ചത്. അപ്പം എന്താ ആ ചിക്കൻ ഒരു ചെറിയ ഒരു ഇച്ചിരി വെള്ളമയം ഉള്ളതുകൊണ്ട് മറ്റേ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടി ഇതുമായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ആ നമ്മളിപ്പോൾ വഴട്ടി അതിലൊന്ന് വഴണ്ട് കിട്ടണം. ഒന്ന് എല്ലാം ഒന്ന് ചെറുതായിട്ട്, ഒത്തിരി അങ്ങ് ഭയങ്കര ഡാർക്ക് ഇതേ ചെയ്യേണ്ട, ഇതെല്ലാം മിക്സ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഉപ്പ് ഇച്ചിരി കുറച്ച് ഇട്ടാലും പിന്നീട് നമുക്കറിയാം ഏകദേശം ഇത് മാത്രം വേണമെന്ന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ പൊടിച്ചു വെച്ച നമ്മളിപ്പോൾ പൊടിച്ചത് മറ്റേ മല്ലി, മുളക്, ജീരകം എല്ലാം കൂടെ പൊടിച്ചത് ഞാൻ അതിൻ്റെ കണക്കെല്ലാം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ ചേർക്കണം. അപ്പം നമുക്ക് നമ്മുടെ ആ മസാലയും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചിക്കനും ഇതെല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഇനി നമുക്കിത് ഈ ചിക്കൻ ഒന്ന് കുക്കാവണം. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലെടുത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് തൈര്. ഇതിൽ തൈര് ഒഴിച്ച് കൊടുക്കണം. ഏകദേശം ഒരു 100 ml തൈര്. അപ്പോൾ ഈ തൈരെല്ലാം കൂടെ ഇതുമായിട്ട് ഒന്ന് യോജിച്ച് കഴിഞ്ഞു. ഇതിനൊരു ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്കൊരല്പം കസ്തൂരി മേത്തി.
കസൂരി മേത്തി നമുക്കറിയാലോ ഉലുവയുടെ ഇല, അപ്പോൾ അത് ഒരു ആവശ്യത്തിന് ഒരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ. അപ്പം ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ടേസ്റ്റ് കൂടൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. ഇച്ചിരി കസൂരി മേത്തി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഫ്രഷ് ക്രീമുണ്ട്. അത് ശരിക്കും നമ്മൾ ഗാർണിഷ് ചെയ്യാനും യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ആ ക്രീമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് സ്വല്പം ഫ്രഷ് ക്രീം കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ. ഒരു 2-3 ഒരു 3 ടേബിൾ സ്പൂണോ ഏകദേശം ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഇത് ഇളക്കുക. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നൊന്ന് നോക്കണം. ഈ തൈരും ആ ക്രീമും കസൂരി മേത്തി ഇതെല്ലാം കൂടെ നമ്മളിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഈ ചിക്കൻ ഒന്ന് കുക്കാകണം. അപ്പോൾ നമ്മളൊരല്പം, അതായത് ഇത് മാത്രം ക്രീം മാത്രമല്ല, ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് കുക്ക് ചെയ്യുന്നതിന് ആവശ്യത്തിന്. കാരണം ഇത് മറ്റേ ക്രീമും തൈരും മാത്രമാണ്. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റ്സ്, കാരണം ശരി അത്രയും തന്നെ വേണ്ട. കാരണം ഓൾറെഡി ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് അത്രയും ഇതിൻ്റെ ആവശ്യമില്ല. ഒരു സമയം നമുക്ക് അല്പം ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. നമ്മൾ ഈ ചിക്കൻ കുക്കാകുന്ന സമയത്ത് നമുക്ക് ഇതിന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് തക്കാളിയും ക്യാപ്സിക്കവും പച്ചമുളകും ഒന്ന് വഴറ്റി ഇതിനകത്തോട്ട് ചേർക്കാനുള്ളതാണ്. നമുക്കതൊന്ന് വഴറ്റാം. ഓക്കെ, അത് നമ്മൾ ബട്ടറിൽ തന്നെയാണ് വഴറ്റുന്നത്. നമ്മൾ ഈ ബട്ടർ ഒന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, ഞാനിവിടെ ചെറിയ ടൊമാറ്റോസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയ പീസാക്കി. അപ്പോൾ ഒത്തിരി അങ്ങ് ഇത് വഴണ്ട് കയറേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ആവശ്യത്തിന് ഒരു 5 to 6. പച്ചമുളക് ഒരു 3 പച്ചമുളക് ചേർത്താൽ മതി. ഏകദേശം വട്ടത്തിലായിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യാപ്സിക്കം ഒരു 1/2 ക്യാപ്സിക്കം ചേർത്തേക്കുന്നത്. ഇത് നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തുകൊണ്ട് നമ്മൾ ആ ഉപ്പ് ബാലൻസ് ചെയ്ത് വേണം ഇതിനകത്ത് ഉപ്പ് ഇടാൻ. വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഇതിട്ടാൽ മതി. പിന്നെ നമുക്ക് അതിനകത്ത് ഉപ്പിട്ടില്ലെങ്കിലും ഇതിനകത്ത് ഇത് വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇത് നല്ലതായിട്ടൊന്ന് വഴലണം. ഒന്ന് വഴലെന്ന് വെച്ചാൽ അങ്ങ് ബ്രൗൺ കളറൊന്നും ആണ്ട. എന്നാൽ അത് നമുക്ക് ക്യാപ്സിക്കം ആണെന്നും തക്കാളി ആണെന്നും ഒക്കെ മനസ്സിലാകത്തൊക്കെ ഇരുന്ന് വരണ്ട് കിട്ടണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ബട്ടറിലാണ് ചെയ്യുന്നത്. ഓരോ ഓയിൽ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ബട്ടറിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ റെഡും ഗ്രീൻ, ക്യാപ്സിക്കം തന്നെ പല കളേഴ്സുണ്ട്. പിന്നെ യെല്ലോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ആ റെഡ് ആൻഡ് ഗ്രീൻ ഒരു കോമ്പിനേഷൻ ഈ കറി കിടക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാം. ക്യാപ്സിക്കത്തിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറണം. ടൊമാറ്റോയും എല്ലാം ഒന്ന് വഴണ്ട് കിട്ടണം. നമ്മളിതിനകത്ത് ഇനിയും നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറയുന്നത് പെപ്പർ പൗഡറാണ്. അത് നമ്മളിതിനകത്ത് ചേർക്കാം. നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട്. പെപ്പർ പൗഡർ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇടുക നമ്മൾ ചെയ്യുന്നത്. ഈ ചെറിയ ടൊമാറ്റോസ് എടുക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അത് ആ ടൊമാറ്റോ ആയിട്ട് തന്നെ ഇങ്ങനെ കിടക്കും. നമുക്ക് വാങ്ങാൻ കിട്ടും ഇത്. അപ്പോൾ ആ ടൊമാറ്റോ പോലെ തന്നെ നമുക്ക് അത് ടൊമാറ്റോ എന്ന് മനസ്സിലായി ചെയ്യും. കുഞ്ഞു ടൊമാറ്റോ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആ കറിക്കൊരു ഭംഗി അത് കൊടുക്കും. അത് ശരിക്കും ആ കസൂരി മേത്തിയൊക്കെ അതിനകത്ത് ചേർന്നതിൻ്റെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്.
ആ ബട്ടർ തെളിഞ്ഞ് വരുന്നുണ്ട്. ചിക്കനൊന്ന് നല്ലതായിട്ട് കുക്കാവട്ടെ. തൈരിൻ്റെയും കൂടെ പുളി ഉള്ളത് കൊണ്ട് നമുക്ക് ശരിക്കും തക്കാളി ഒരുപാട് അങ്ങ് ചേർക്കണമെന്നില്ല, അല്ലെ തൈര് ഇച്ചിരി ലെസ്സായിട്ട് ചേർത്താലും മതി. ബട്ടർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ആ ബട്ടറി വള്ളുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി ടേസ്റ്റ്, ഞാനൊരു നുള്ള് ഉപ്പ് അതിനകത്ത് ആവശ്യത്തിന് ഇട്ടേക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ആ ടൊമാറ്റോയിലൊക്കെ ആ ഉപ്പൊന്ന് പിടിക്കാൻ ഒരു നുള്ളിട്ട് കൊടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ അല്പം ഇട്ട് കൊടുക്കാം. നല്ലൊരു ഒരു ടീസ്പൂൺ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു എരി വേണ്ടവർക്ക് വേണമെങ്കിൽ ഇച്ചിരി ചേർത്തിടാം. കുരുമുളക് പൊടിക്കൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല, ചിലതിനൊക്കെ നല്ല എരിയുമായിരിക്കും, ചിലതിന് എരി കുറവായിരിക്കും. നമ്മളിപ്പോൾ ഈ വഴറ്റിയ സാധനം ഈ ടൊമാറ്റോ എല്ലാം കൂടെ നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ്റെ കൂട്ടത്തിൽ അത് ഇട്ട് കൊടുക്കാം. കാരണം ഇപ്പോൾ ആ കറിയിൽ ആ ക്യാപ്സിക്കവും ഇതെല്ലാം കൂടെ കിടക്കുമ്പോൾ ഒരു ഇച്ചിരി നമ്മൾ ആ കറി ആ അരപ്പൊന്ന് ഫുൾ കിട്ടാനായിട്ട് ഒരല്പം കൂടെ തിളപ്പിച്ച വെള്ളം ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറുമുണ്ട്. ഇനി നമുക്കിത് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ആ ഇതായിട്ട് ആ ടൊമാറ്റോയും എല്ലാം കൂടെ ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ ഇതിപ്പോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് നമ്മൾ ടേബിളിൽ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഒന്ന് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കൊരല്പം ഫ്രഷ് ക്രീം ഇതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. കസൂരിമേത്തി ഇത് വെച്ച് കൊടുക്കാം, പക്ഷേ കസൂരിമേത്തി കൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ ആവശ്യത്തിന് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പം ഫ്രഷ് ക്രീം ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മൾ കാണാനും നല്ല ഭംഗിയായിട്ട്. ഇപ്പം നമ്മുടെ രുചിയേറിയ ചിക്കൻ മഖ്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിനകത്ത്, പക്ഷേ അതെല്ലാം അതിന് ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. കാരണം ചിക്കൻ്റെ നമ്മൾ യൂഷ്വലി നമ്മളെപ്പോഴും ചിക്കൻ കറി സാധാരണ പോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മസാല ബാക്കി നമ്മളിതിനകത്ത് ഇപ്പോൾ ആവശ്യത്തിനുള്ള മസാലകളും എല്ലാം കറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തൊരല്പം ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ മസാല നമ്മളിപ്പോൾ അല്ലാതുള്ള മസാല നമ്മൾ ചേർത്ത്, അതായത് ജീരകം പിന്നെ മല്ലി ഇതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അത് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് വേണമെങ്കിൽ അല്പം ഗരം മസാല കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്താൽ വേണമെങ്കിൽ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മളിപ്പം ഫ്രഷ് ക്രീം ഇതെല്ലാം അതിന് വേണ്ട സകല ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞു. വളരെ രുചിയേറിയ ഈ ചിക്കൻ മഖ്നി എല്ലാവരും തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ റൈസ് ചോറിന് കൂടെ ഞാൻ പറയില്ല, ഇത് ചപ്പാത്തി അപ്പം എല്ലാത്തിനും കൂടെ, അതായത് പത്തിരി ബ്രെഡ് എല്ലാത്തിനും കൂടെ വളരെ രുചിയേറിയ ഒരു ഡിഷാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യുക.